ാണ് ഗോപുര നടയിൽ വരെ എത്തി, വിളിക്കുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം വിളിക്കൂ, അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിൽക്കുകയാണ്, ഞാൻ അങ്ങ് ദൂരെയും. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കല എന്ന് പറയുന്നത് ഒരു വരദാനമാണ്. അത് ഈശ്വരൻ എല്ലാവർക്കും കൊടുക്കുന്നതല്ല. അത് തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് മാത്രം ദൈവം കൊടുക്കുന്ന വരദാനമാണ്. അത് വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ മഹത്വചനമായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹത്തിനെ എൻ്റെ മാനസ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇന്നേ വരെ ഒരു പ്രതിഫലവും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 1,00,000 രൂപയും പ്രേം നസീറിന് ഫൗണ്ടേഷന് തിരികെ കൊടുക്കുമ്പോൾ അത് എൻ്റെ ഗുരുനാഥന് നൽകുന്ന ഒരു ഗുരുദക്ഷിണയായി മാത്രം നിങ്ങൾ കരുതണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നസീർ സാർ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബേപ്പൂർ സുൽത്താന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ബേപ്പൂർ സുൽത്താൻ ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഖജനാവിൽ അനന്തമായ സമയമുണ്ട്, അനന്തമായ സമയം എന്ന്. ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയും, പ്രേം നസീർ സാറിന്റെ മനസ്സിൽ അനന്തമായ നന്മയും അനന്തമായ സത്യവും ഉണ്ട് എന്ന്. അത്തരം ഒരു മഹാനായിരുന്നു അദ്ദേഹം. എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണം. മലയാള സിനിമയിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സംഭവം ഞാൻ നിങ്ങളോട് വിളമ്പുന്നു. ഇതിലെ കഥാപാത്രങ്ങളുടെ പേര് മാത്രം ഞാൻ പറയുകയില്ല. ഈ പ്രസംഗത്തിന് ശേഷവും ആരെങ്കിലും എന്നോട് വന്നാലും ഞാൻ പറയുകയില്ല. മലയാള സിനിമയിലെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരാൾ, മലയാള സിനിമയിൽ വളരെ സജീവമായ ഒരാൾ, നസീർ സാറിനെ വലിയ പുച്ഛമായിരുന്നു. അദ്ദേഹം വലിയ വലിയ പേരുകളൊക്കെ പറയും. റിച്ചാർഡ് ബർട്ടൺ, പോൾ ന്യൂമൻ, ഗ്രെഗറി പെക്ക്, റോക്ക് ഹഡ്സൺ, ചോൾട്ടൺ ഹെസ്റ്റൺ, ഇവരുടെയൊക്കെ മുമ്പിൽ നസീർ സാർ ആര് എന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്ന ഒരു സിനിമയിൽ തന്നെ, മലയാള സിനിമയിൽ തന്നെ ഉള്ള ഒരു പ്രവർത്തകൻ. ഇത് നസീർ സാറിനെ നന്നായിട്ട് അറിയാം. എല്ലായിടത്തും ഇങ്ങനെയുള്ള ഒരു ഉരസലുകൾ. നസീർ സാറിന് ഇതിനൊന്നും ബാധകമല്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പുച്ഛിച്ചുകൊണ്ടേയിരുന്ന ഒരാൾ. പൊടുന്നനെ അദ്ദേഹത്തിന് ഒരു മഹാരോഗം പിടിപെട്ടു, ഈ പറഞ്ഞ പുച്ഛിച്ചുകൊണ്ടിരുന്ന ആൾക്ക്. ഞങ്ങൾ കുറെ പേർ ചേർന്നിട്ട് ഈ മനുഷ്യനൊരു ചികിത്സ കൊടുത്ത് ഇയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ കുറച്ച് പേർ പിരിവെടുത്ത് ഈ ചികിത്സക്കായി ഇദ്ദേഹത്തെ അയച്ചു. ഞങ്ങൾ പിരിച്ച പൈസയൊന്നും പോരാ, വലിയ ഭാരിച്ച തുകയുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ തിരികെ കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയാണ്. ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു, നാഥനെ ചെന്ന് കാണാം, നസീർ സാറിനെ ചെന്ന് കാണാം എന്ന്. അപ്പോൾ ഞങ്ങൾ 2-3 പേർ ചേർന്ന് നസീർ സാറിൻ്റെ വീട്ടിൽ ചെന്നു കാര്യങ്ങൾ അവതരിപ്പിക്കാനായി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് നസീർ സാറിന് മലയാള സിനിമയിൽ നിന്ന് വലിയ വരുമാനം ഇല്ലാതിരുന്ന സമയമായിരുന്നു. വലിയ വരുമാനം മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതിരുന്ന സമയമായിരുന്നു അത്. പിന്നെ 2, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സമയത്താണ് ഞാൻ പോയത്. അദ്ദേഹം അതുവരെ സമ്പാദിച്ചു വെച്ചിരുന്ന തുകയുടെ ഒരു നല്ല വിഹിതം മദിരാശിയിൽ ഒരു വലിയ കെട്ടിടം വാങ്ങാനായി കൊടുക്കുകയും വഞ്ചിതനാകുകയും ചെയ്ത അവസ്ഥയാണ്. മുഴുവൻ പൈസയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണുന്നത്. കണ്ടപാടെ ആ നിഷ്കളങ്കമായ ചിരി ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ഈ മനുഷ്യനെ പറ്റി. അദ്ദേഹം പറഞ്ഞു, ഒന്നിനും ഒരു കുറവും പാടില്ല, ചികിത്സ കൊടുക്കണം, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കയ്യിൽ അപ്പോൾ പൈസ ഇല്ലായിരുന്നു. അദ്ദേഹം മറ്റൊരാളിൻ്റെ നിന്ന് വാങ്ങി വലിയ ഒരു തുക ഞങ്ങളുടെ കയ്യിൽ തന്നു. എന്നിട്ട് നടന്ന് ഞങ്ങളിങ്ങനെ പടി ഇറങ്ങുമ്പോൾ അകത്ത് നിന്ന് ഞങ്ങൾ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്ന നസീർ സാർ പറഞ്ഞു, ഒന്നും കൂടെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നിനും ഒരു കുറവും പാടില്ല, പൈസ ഇല്ല എന്നുള്ളൊരു കാര്യത്തിൽ ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തരുത്, പൈസ വേണ്ടപ്പം വീണ്ടും വരൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ കണ്ടത് നസീർ സാറിനെ ആയിരുന്നില്ല, ദൈവത്തിൻ്റെ ഒരു അവതാരത്തെയാണ് ഞാൻ അവിടെ കണ്ടത്. നസീർ സാർ മാപ്പ് കൊടുത്തിരിക്കുന്നു.
എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ വെറും സാധാരണക്കാരനാണ്. ഇന്ദ്രിയങ്ങളുടെ ആജ്ഞ അനുസരിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിന്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരാളാണ് മഹാത്മാവ് എന്ന് പറയുന്നത്. ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോകുമ്പോൾ അവന്റെ മനസ്സ് പറയുന്നത് ഇത് മോഷ്ടിക്കരുത്, മോഷണം എന്നത് മഹാമോശം പ്രവൃത്തിയാണ് എന്നാണ്. പക്ഷെ അവന്റെ ഇന്ദ്രിയം പറയുന്നത് മോഷ്ടിക്കാനാണ്. അവൻ മോഷ്ടിക്കാൻ പോകുന്നു. വെറും സാധാരണക്കാരാണ്. എന്നെ പോലുള്ള സാധാരണക്കാർ ഇന്ദ്രിയങ്ങളുടെ ആജ്ഞ അനുസരിക്കുന്നവരാണ്. പക്ഷെ മഹാന്മാർ മനസ്സിന്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ്. അതിലാണ് നസീർ സാർ പെടുന്നത്. ബ്രഹ്മകുമാരീസിന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ഈയിടെ വായിച്ച മാപ്പ് എന്ന വാക്കിന്റെ നിർവചനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിർവചനം മാപ്പ് എന്നുള്ളതിന്റെ. അതിലെഴുതിയിരിക്കുന്നത്, ഒരു പൂവെടുക്കുക, നമ്മുടെ കയ്യിൽ നല്ല ഒരു പൂവ്, അതെടുത്തിട്ട് താഴെ ഇടുക, എന്നിട്ട് ചെരുപ്പ് കൊണ്ട് അതിനെ ചവിട്ടി മെതിക്കുക, ചവിട്ടി അരയ്ക്കുക. അപ്പോൾ ആ പൂവ് അവിടെ നിന്നും ഒരു ഗന്ധം വിതറും, നമുക്കൊരു ഗന്ധം തരും, നല്ല ഒരു മണം തരും. അതാണ് മാപ്പ് എന്ന്. അത്തരമൊരു ഗന്ധമായിരുന്നു അന്ന് നസീർ സാറിന്റെ വീട്ടിൽ ഞാൻ കണ്ടത്. നസീർ സാർ സ്വർഗത്തിലിരുന്നും നമുക്ക് മാപ്പ് തന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു സ്വയം പരിശോധന ചെയ്യേണ്ട സമയമാണിത്. മലയാളികൾക്കും മലയാള സിനിമയ്ക്കും നാട്ടാർക്കും വേണ്ടി ജീവിച്ച ആ മനുഷ്യന് ഇവിടെ ഒരു സ്മാരകമുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. മാപ്പ് തരികയാണ്. സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് അദ്ദേഹം മാപ്പ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സമൂഹത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്തവർക്ക് വേണ്ടി സ്മാരകങ്ങളുണ്ട്. അവരുടെ പേരിൽ കോളേജുകളുണ്ട്. അതൊക്കെ കാണുമ്പോൾ പ്രേം നസീറിന് സ്മാരകമില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നും. ഈയിടെ ഞാൻ എൻ്റെ ആ ചെറിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ശിവകാശിയിൽ പടക്കം വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. വളരെ വർഷങ്ങളായി പടക്കം വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. പാരഗൺ ഫയർ വർക്ക്സ് എന്നാണ് അതിൻ്റെ പേര്. അത് വളരെ വർഷങ്ങളായിട്ട് പടക്കങ്ങൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുകയും പടക്കം വെടി വെച്ചുകൊണ്ടിരിക്കുകയാണത്. ഇങ്ങനെ പൈസ വന്ന് കുന്നുകൂടിയപ്പോൾ ടാക്സിനൊക്കെ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഉപദേശപ്രകാരം അവർ ഒരു വനിതാ കോളേജ് തുടങ്ങാനുള്ള തീരുമാനമെടുത്തു. എന്നിട്ട് ആ വനിതാ കോളേജിന് പേരിട്ടത് പാരഗൺ ഫയർ വർക്ക്സ് കോളേജ് ഫോർ വിമൻ എന്നായിരുന്നു. അങ്ങനെ വെടിക്ക് വരെ സ്മാരകങ്ങളും കോളേജുകളും ഒക്കെ ഉള്ള ഈ നാട്ടിൽ നസീർ സാറിന് സ്മാരകമില്ലാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും സുരേഷ് ഗോപിയെ പോലുള്ള ചിലർ സ്റ്റാച്യു വയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. എല്ലാ തിന്മകളും എല്ലാ നന്മകളും വേഗത്തിൽ മറക്കുന്ന മലയാളി ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്നൊന്ന് നമുക്കുണ്ട്. മലയാളത്തിന്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ അഭിമാനം എന്ന് പറയാവുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് നസീർ സാർ എത്ര വിയർപ്പൊഴുക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അദ്ദേഹം മദ്രാശിയിലായിരുന്നു താമസിച്ചിരുന്നത് നസീർ സാർ. പക്ഷേ മലയാള സിനിമയെ മദ്രാശിയിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നടുവാൻ വളരെയേറെ പ്രയത്നിച്ച ഒരാളാണ് അദ്ദേഹം. മലയാളികളെല്ലാം പെട്ടെന്ന് മറക്കും, ഇതും മറന്നിരിക്കുന്നു. ബംഗാളി സിനിമയിൽ ഉത്പൽ ദത്ത് ആരാണോ, തെലുങ്കിൽ NTR ആരാണോ, തമിഴ്നാട്ടിൽ MGR ആരാണോ, കന്നഡയിൽ രാജ്കുമാർ ആരാണോ, ഹിന്ദി സിനിമയിൽ രാജ് കപൂർ ആരാണോ, അതുപോലെയാണ് മലയാളത്തിന് പ്രേം നസീർ. പക്ഷേ അവിടെയൊക്കെ ഈ ആൾക്കാർക്ക് എന്തെല്ലാം സ്മാരകങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ കടൽക്കരയിൽ ഒരു ദിവസം പോകുക, അവിടെയുള്ള പാറയിൽ നോക്കുക. പ്രകൃതി വരച്ചിട്ടുള്ള കുറെ ചിത്രങ്ങൾ ഈ പാറയിലുണ്ട്. പ്രകൃതി വരച്ചിട്ടുള്ള കുറെ ചിത്രങ്ങൾ. എത്രയോ നൂറ്റാണ്ടുകളായി തിരമാലകൾ ഈ പാറമേൽ അടിച്ചിട്ടും ഈ ചിത്രത്തിന് ഒരു കുഴപ്പവുമില്ലാതെ അത് അവിടെ തന്നെ നിൽക്കുന്നു. അതുപോലെ എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മലയാളിയുടെ മനസ്സിൽ എന്നും കൊത്തിവെച്ച ഒരു രൂപമുണ്ട്. അതാണ് നസീർ സാർ. ഒരിക്കലും